മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 15:24. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ കർത്താവായ യേശുക്രിസ്തു ജനങ്ങളുടെ ഇടയിൽ ചെയ്യുകയാണ്. മരിച്ചവനായ ലാസറിനെ എഴുന്നേൽപ്പിക്കുന്നു, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുന്നു, അന്ധന് കാഴ്ച, ചെകിടന്, ഊമന് തുടങ്ങി തൻ്റെ അടുക്കൽ വരുന്ന സകല രോഗികളെയും കർത്താവായ യേശു സൗഖ്യപ്പെടുത്തുകയാണ്. തൻ്റെ മറ്റാരും ചെയ്തിട്ടില്ലാത്ത അത്ഭുത പ്രവർത്തികളെ കർത്താവായ യേശു ക്രിസ്തു ചെയ്യുകയാണ്. ദൈവം കൂടെ ഇല്ല എങ്കിൽ ഈ അത്ഭുത പ്രവർത്തികളെ നിനക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഒരു യഹൂദ റബ്ബി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അത്രയധികം അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളുമാണ് കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഇടയിൽ ചെയ്തത്. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. തിരുവെഴുത്തിൻ പ്രകാരം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അവർക്ക് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ കാണുകയും ചെയ്തു. എന്നിരുന്നിട്ടും അവനെ പകയ്ക്കുന്നതിലെ ആ ഒരു പാപം, അതാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എത്ര അധികം അനുഗ്രഹങ്ങൾ ഈ കർത്താവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്താൽ നമുക്ക് അവനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. മറ്റാരും ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങളെ എത്ര അധികമായി യേശുക്രിസ്തു ചെയ്തു എന്നാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ സംഭവങ്ങൾ വരുമ്പോൾ, ഇനി ഒന്നിനും ഒരു വഴിയില്ല എന്ന നിലയിൽ നാം തകർന്നു നിൽക്കുമ്പോൾ, മറ്റാരും ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങളെ ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തു അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മുടെ ജീവിതത്തിൽ, അവനെ നമ്മൾ സ്വീകരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും അവൻ ഇന്നും ഒരത്ഭുതം ചെയ്യുവാൻ മതിയായവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാം, പിതാവായ ദൈവത്തെ വിശ്വസിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ. ഒരു അത്ഭുതം നമ്മുടെ കുടുംബജീവിതത്തിൽ, ഒരു അത്ഭുതം നമ്മുടെ ജോലിസ്ഥലത്ത്, ഒരു അത്ഭുതം നമ്മുടെ ഭാവി മേഖലകളിൽ തീർച്ചയായും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുക.